BB7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ വാക്പോരെന്നൊരു ഡിബേറ്റ് നടക്കുകയാണ്. ബിഗ് ബോസ് ഫസ്റ്റ് ഡേ തന്നെ ഇവർക്കൊരു ബാഡ്ജ് നൽകിയിരുന്നു. ആ ബാഡ്ജ് ഇപ്പോൾ കൈവശമുള്ളത് ജിസേലിൻ്റെ കയ്യിലും ആര്യൻ്റെ കയ്യിലും പിന്നെ ആദില അന്നൂറയുടെ കയ്യിലാണ്. ഈ ബാഡ്ജ് ഉള്ളവർക്ക് മാത്രമാണ് അവരുടെ മുഴുവൻ വസ്തുക്കളും ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ബാഡ്ജിന് വേണ്ടിയുള്ള ഒരു ഡിബേറ്റാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരിൽ നിന്നും ഈ 3 പേരെയും എതിർത്ത് സംസാരിക്കാനായിട്ട് ഓരോരുത്തരെ തിരഞ്ഞെടുക്കണം. അങ്ങനെ തിരഞ്ഞെടുത്തത് ആര്യനെതിരെ സംസാരിക്കുന്നത് ഒനിയിലും, ആദില ആൻഡ് നൂറയ്ക്കെതിരെ സംസാരിക്കുന്നത് ശാരികയും, ജിസേലിനെതിരെ സംസാരിക്കുന്നത് നെവീനുമാണ്. എന്തുകൊണ്ടാണ് ഈ ബാഡ്ജ് കൈവശം വെക്കാൻ യോഗ്യതയുള്ളത് എന്ന് ജിസേലും ആര്യനും ആദില ആൻഡ് നൂറയും, എന്തുകൊണ്ടാണ് ഇവർക്ക് യോഗ്യതയില്ലാത്തതെന്ന് ഇപ്പോൾ തിരഞ്ഞെടുത്തവരും സംസാരിക്കും. ഒരു വ്യക്തിക്ക് സമ്പാദിക്കാൻ ലഭിക്കുന്നത് 2.5 മിനിറ്റ് ആയിരിക്കും. ബസർ ടു ബസർ ഗെയിം ആയിരിക്കും. ഇന്ന് ബാഡ്ജ് കിട്ടുന്നവർക്ക് അടുത്ത 72 മണിക്കൂറത്തേക്ക് ഈ ബാഡ്ജ് സ്വന്തമായിരിക്കും. എല്ലാ ടാസ്കും നടക്കുന്നത് പോലെ തന്നെ ഗാർഡൻ ഏരിയയിൽ വെച്ചായിരുന്നു ടാസ്ക് നടന്നത്. ഒരു പോഡിയോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വന്നത് നെവീനും ജിസേലുമാണ്. പക്ഷേ ജിസേലിന് എന്തോ ലാംഗ്വേജ് പ്രശ്നമുള്ളത് കൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ജിസേൽ വലിയ കാര്യമായിട്ടൊന്നും സമ്പാദിച്ചില്ല. 2.5 മിനിറ്റ് സമയത്തിലാകെ 30 സെക്കൻഡുകൾ മാത്രമാണ് ജിസേൽ സംസാരിച്ചത്. ജിസേൽ ബിന്നിയുടെ കയ്യിൽ നിന്നാണ് ഈ ബാഡ്ജ് സ്വന്തമാക്കിയത്. സോ ബിന്നിയിൽ നിന്നും ഫൈറ്റ് ചെയ്താണ് താൻ ഇത് വാങ്ങിച്ചതെന്നും അതിന് തനിക്ക് ഒരുപാട് മുറിവുകൾ സംഭവിച്ചെന്നും ബിഗ് ബോസ് കൊടുത്ത ഫസ്റ്റ് ടാസ്ക് ആയതുകൊണ്ട് തന്നെ മിക്കവരും ചില്ല് ചെയ്തിരുന്നപ്പോഴും താൻ ഫൈറ്റ് ചെയ്താണ് വാങ്ങിച്ചതെന്നൊക്കെ ജിസേൽ പറഞ്ഞു. നെവീനാകട്ടെ ചലഞ്ച് ചെയ്യാൻ പറഞ്ഞ പോയിന്റുകൾ, മെയിൻ പോയിന്റ് താനൊരു കൊറിയോഗ്രാഫർ ആണെന്നും താൻ ഒരിക്കലും ഇതുപോലത്തെ മാച്ചിങ് ഇല്ലാത്ത ഡ്രസ്സ് ഇട്ടിട്ടില്ലെന്നും അങ്ങനെ ഇടുന്നത് തൻ്റെ പേഴ്സണാലിറ്റീനെ ബാധിക്കുന്നുണ്ടെന്നൊക്കെയാണ്. അതുപോലെ തന്നെ 100% താൻ ഗെയിമിന് കൊടുക്കുന്നുണ്ടെന്നും സോ താനാണ് ആ ബാഡ്ജ് കൈവശം വയ്ക്കാൻ കൂടുതൽ യോഗ്യത എന്നൊക്കെയാണ് നെവീൻ പറഞ്ഞത്. രണ്ടാമതായി വന്നത് ആദില ആൻഡ് നൂറയും. അവരെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി വന്നത് ശാരികയുമായിരുന്നു. ശാരികയ്ക്കാണ് ആദ്യം സംസാരിക്കാൻ അവസരം ലഭിച്ചത്. അപ്പോൾ ശാരിക ഒരുപാട് പോയിന്റുകൾ പറയുന്നുണ്ടായിരുന്നു. പ്രധാനമായിട്ട് പറഞ്ഞത് ഇവർ ബാഡ്ജ് ധരിക്കുന്നുണ്ടായിരുന്നില്ല. ഇവർക്ക് ബാഡ്ജ് ധരിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർക്ക് ബാഡ്ജ് വേണ്ടത് ഡ്രസ്സിന് വേണ്ടി മാത്രമാണെന്നും അത് ബാഡ്ജ് ധരിക്കാത്തത് വഴി ബിഗ് ബോസിനെ ഇവർ ധിക്കരിച്ചെന്നൊക്കെയാണ്. ഈ ഹൗസിനുള്ളിൽ ആക്റ്റീവായിട്ട് ഇരിക്കുന്നവരും ഇൻട്രാക്ട് ചെയ്യുന്നവരൊക്കെയാണ് മേക്കപ്പ് ചെയ്ത് സുന്ദരികളായിട്ട് നടക്കേണ്ടതെന്നും ആദില ആൻഡ് നൂറ ഒട്ടും ആക്റ്റീവ് അല്ലെന്നും അവരെക്കാളും ആക്റ്റീവ് ശാരികയാണെന്നും അതുകൊണ്ട് ശാരികയ്ക്കാണ് ഈ ബാഡ്ജ് ധരിക്കാൻ കൂടുതൽ യോഗ്യതയുള്ളതെന്നൊക്കെയാണ് ശാരിക വാദിച്ചത്. തിരിച്ച് ആദില ആൻഡ് നൂറ നല്ല രീതിയിൽ തന്നെ സമ്പാദിച്ചു. കാരണം ശാരിക ഫസ്റ്റ് ഡേ വലിയ എഫേർട്ടൊന്നും ഇട്ടിട്ടില്ലെന്നും പക്ഷെ തങ്ങൾ എഫേർട്ട് ഇട്ടത് കൊണ്ടാണ് തങ്ങൾക്ക് ആ ബാഡ്ജ് ലഭിച്ചതെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള ഇഷ്യൂസിൽ തങ്ങൾ ഇടപെടുന്നുണ്ടെന്നും അൺഓർഗാനിക് ആയിട്ടുള്ള ഇഷ്യൂസിൽ നിന്ന് തങ്ങൾ മാറി നിൽക്കുന്നത് കൊണ്ട് അതിനർത്ഥം തങ്ങൾ ആക്റ്റീവ് അല്ല എന്നും ആദില ആൻഡ് നൂറയൊക്കെ പറഞ്ഞു. മൂന്നാമതായി വന്നത് ഒനിയിലും ആര്യനുമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒനിയിൽ ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ വളരെയധികം പോയിന്റുകൾ നിരത്തി. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഒനിയിൽ ഇവിടുത്തെ കിച്ചൺ ടീമിലാണെന്നും ഇവിടെയുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് 20 പേർക്ക് വേണ്ടി കുക്ക് ചെയ്യുന്നത് താനാണെന്നും അതുകൊണ്ട് തന്നെ താനൊരു സെൽഫിഷ് അല്ലെന്നും ഒരു ടീമിന് പറ്റിയ വ്യക്തിയാണെന്നൊക്കെയാണ് ഒനിയിൽ പറയുന്നത്. കൂടാതെ ആര്യൻ സെൽഫിഷ് ആണെന്നും ടീമിനെ ചതിച്ച വ്യക്തിയാണെന്നും ഇന്നലത്തെ ടാസ്കിൽ സൂക്ഷ്മതക്കുറവ് കാരണം ഒരു ചാൻസ് നഷ്ടമാക്കുകയും കൂടാതെ ടീം പാർട്ട്ണറിനെ ഡയറക്റ്റ് എലിമിനേഷന് വേണ്ടി നോമിനേറ്റ് ചെയ്ത വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി ഇത്രയും 20 പേരെ റെപ്രസെൻറ്റ് ചെയ്ത ബാഡ്ജ് ധരിക്കാൻ അർഹനല്ലെന്നൊക്കെയാണ് ഒനിയിൽ പറയുന്നത്. എന്നാൽ ആര്യനും വളരെ നല്ല രീതിയിൽ തന്നെ അതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. കാരണം താനൊരു ബാഡ്ജിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്നും താൻ മാത്രമാണ് ആ ബാഡ്ജ് ഫുൾ ടൈം ആ 3 പേർക്ക് ബാഡ്ജ് ലഭിച്ചതിൽ താൻ മാത്രമാണ് അത് ഫുൾ ടൈം ധരിച്ചുകൊണ്ട് നടന്നതെന്നും കൂടാതെ താൻ ഗെയിമിലെല്ലാം 100% എഫേർട്ട് ഇടുന്നുണ്ടെന്നും താൻ ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ വ്യക്തിയാണെന്നും അതുകൊണ്ട് തന്നെയാണ് അക്ബർ തന്നെ ചൂസ് ചെയ്തതെന്നൊക്കെ പറയുന്നത്. കൂടാതെ ഇന്നലത്തെ കാര്യം ആര്യൻ തിരുത്തുന്ന കൂടിയുണ്ട്. കാരണം ആര്യൻ ഇന്നലെ അക്ബറിനെ സെലക്ട് ചെയ്തത് ഫസ്റ്റ് വീക്കിൽ താൻ ഉള്ളത് കൊണ്ട് തന്നെ നോമിനേഷൻ്റെ പ്രഷർ രണ്ടാമത്തെ ആഴ്ചയും കൂടി താങ്ങാൻ കഴിയില്ലാത്തത് കൊണ്ടാണെന്നും 1-on-1 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും സ്വയം സേഫ് ആകാനേ ശ്രമിക്കുകയുള്ളെന്നും അതാണ് ഗെയിമെന്നൊക്കെ ആര്യൻ പറയുന്നുണ്ട്. എന്തായാലും 3 പേരും നല്ല രീതിയിൽ സംവാദം കഴിഞ്ഞു. മറ്റംഗങ്ങളെല്ലാം ചർച്ച ചെയ്താണ് ഇതിൽ വിജയികൾ ആരാണെന്ന് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ എന്തായാലും ക്യാപ്റ്റൻ വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ജിസേൽ ആൻഡ് നെവീനിൽ കൂടുതൽ വോട്ട് ലഭിച്ചത് നെവീനാണ്. അപ്പോൾ നെവീനാണ് വിന്നർ ആയിരിക്കുന്നത്. രണ്ടാമത് വന്നതിൽ ആദില ആൻഡ് നൂറയ്ക്കാണ് കൂടുതലും വോട്ട് ലഭിച്ചത്. അങ്ങനെ അവർക്കാണ് ബാഡ്ജ് സ്വന്തമായിരിക്കുന്നത്. മൂന്നാമത് കൂടുതലും വോട്ട് ലഭിച്ചത് ആര്യനാണ്. സോ അതുകൊണ്ട് തന്നെ ആര്യന് ബാഡ്ജ് സ്വന്തമായി. അങ്ങനെ എന്തായാലും ആദ്യത്തെ ടാസ്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്.